കേരളം മനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ടും സമ്പന്നമായ സംസ്കാരം കൊണ്ടും ആരെയും ആകർഷിക്കുന്ന ഇടം. കേരളത്തെപ്പറ്റി പറയുമ്പോൾ ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്തതാണ് കേരളത്തിൻ്റെ വ്യത്യസ്തമായ ആഹാര സംസ്കാരം, പ്രത്യേകിച്ചും തട്ടുകടകൾ. കേരളത്തിൻ്റെ പ്രാദേശിക വിഭവങ്ങളുടെ യഥാർത്ഥ രുചി പകരുന്ന തട്ടുകടകൾ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗമ കേന്ദ്രം കൂടിയാണ്. നാട്ടുകഥകളും രാഷ്ട്രീയവും അല്പം പരദൂഷണവും മനോഹരമായ പ്രകൃതിയും, രുചിക്കാൻ ഒരു ഗ്ലാസ് ചായയും ചെറിയൊരു കടിയും ഒപ്പം കൂട്ടുകാരും, ഇതെല്ലാം ചേരുന്നതാണ് ഒരു തട്ടുകട. കൊതിയുണർത്തുന്ന മണവും റേഡിയോയിൽ നിന്ന് ഒഴുകി വരുന്ന പഴയ ഈണങ്ങളും ഇഴചേർന്ന് നമ്മുടെ മനസ്സിൽ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് നാട്ടിൻപുറത്തെ ഈ ചായപീടികകൾ. ഇരുന്നു മുഷിഞ്ഞ മരവെഞ്ചുകൾ, ചായക്കറമാറാത്ത കുപ്പി ഗ്ലാസുകൾ, പല രുചികൾ നിരത്തി വച്ചിരിക്കുന്ന ചില്ലലമാരകൾ, ഇന്നുറക്കം നാളെ കടം എന്നെഴുതി തൂക്കിയ ബോർഡ്, ഇവയൊക്കെ ഏത് ദേശത്തെയും മലയാളികളുടെ ഗൃഹാതുരതയാണ്. തട്ട്, കട എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് തട്ടുകട എന്ന പദം ഉണ്ടാകുന്നത്. ചെറിയ തട്ടുകടകളിൽ നിരത്തിവെച്ച വളരെ കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നാണ് ഇന്നത്തെ ഹൈടെക് തട്ടുകടകൾ വരെ ഉണ്ടാകുന്നത്. ആദ്യകാലത്ത് ഇത്തരം ചെറിയ തട്ടുകടകൾ ആരംഭിക്കുന്നത് തൊഴിലാളികൾക്ക് ഭക്ഷണം കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന സെന്ററുകളായിട്ടാണ്. ട്രെയിൻ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റ്, കൃഷിയിടം, അങ്ങനെ തൊഴിലാളികൾ വന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ചെറിയ കടകൾ പ്രവർത്തിച്ചു. അന്ന് വീടുകളിൽ ഉണ്ടാക്കുന്ന വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സൗഹൃദം പുതുക്കാനും നാട്ടുകാര്യങ്ങൾ അറിയാനും വേണ്ടിയുള്ള സായാഹ്ന കേന്ദ്രം കൂടിയായി ഈ തട്ടുകടകൾ. കാലങ്ങളിലൂടെ തട്ടുകടകൾ ഭക്ഷണ വിഭവങ്ങളുടെ വൈവിധ്യവും പ്രാദേശിക വിഭവങ്ങൾ വഴിയുള്ള സവിശേഷതകളും നൽകാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് ഇന്നത്തെ രീതിയിലുള്ള തട്ടുകടകളുടെ പൂർവികർ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിൽ തൊഴിലാളികൾക്കും യാത്രികർക്കും നിരന്തരം രുചികരവും ലളിതവുമായ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തട്ടുകടകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും തട്ടുകടകൾ പ്രവർത്തിക്കുന്നു. ഇനി ഒരു തട്ടുകട എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഇതിനായി ആദ്യം തട്ടുകടയുടെ പ്രധാന ഭാഗമായ ബോക്സ് റൂം പണിയുന്നു. ഇത് പണിയാനായി മെറ്റൽ ഷീറ്റുകളോ മരത്തടിയോ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു ഡോറും സെറ്റ് ചെയ്യുന്നു. തട്ടുകടയുടെ പ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങളും മറ്റും ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഡോറും ലോക്കും ഉള്ളതിനാൽ സാധനങ്ങൾ നഷ്ടപ്പെടുകയും ഇല്ല. ഇനി അടുത്തതായി ഈ ബോക്സ് റൂമിനെ 4 വീലുകളിൽ ഫിക്സ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് ഇവ സെറ്റ് ചെയ്യുന്നത്. കൂടുതലും സൈക്കിളുകളിൽ ഉപയോഗിക്കുന്ന വീലുകളാണ് ഉപയോഗിക്കുന്നത്. തട്ടുകടയുടെ വലിപ്പത്തിനും ഭാരത്തിനും അനുസരിച്ച് വീലുകളിൽ മാറ്റം വരുത്തുന്നു. അടുത്തതായി റൂഫ് ഫിക്സ് ചെയ്യാനായി മെറ്റൽ ഫ്രെയിംസ് അറ്റാച്ച് ചെയ്യുന്നു. ഇതിനു മേലെയായി ഒരു റൂഫും സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു തട്ട് ഈ ഒരു ബോക്സ് റൂമിൻ്റെ മേലെയായി ഫിക്സ് ചെയ്യുന്നു. ഇതിനു മുകളിലാണ് തട്ടുകടയുടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നടക്കുന്നത്. ഇനി ഒരു കോർണറിലായി പലഹാരങ്ങൾ വയ്ക്കാനായി ഒരു ചില്ല് അലമാരയും വയ്ക്കുന്നു. ചില്ലിൻ്റെ അലമാര ആയതിനാൽ പലഹാരങ്ങൾ എല്ലാവർക്കും കാണാനും
കണ്ടതുകൊണ്ട് കഴിക്കാൻ തോന്നുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. മാത്രവുമല്ല, പൊടിയാകാതെ പ്രാണികൾ കയറാതെ വൃത്തിയായി വയ്ക്കാനും ഈ ചില്ലലമാര സഹായിക്കുന്നു. ഇനി വേണ്ടത് പാചകത്തിനാവശ്യമായ അടുപ്പാണ്. മുൻകാലങ്ങളിൽ സാധാരണ അടുപ്പിൽ വിറക് കത്തിച്ചാണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് ഗ്യാസുകളാണ് മിക്ക കടകളിലും ഉപയോഗിക്കുന്നത്. ഇത്രയുമായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇരിക്കാനുള്ള നല്ല നാടൻ ബെഞ്ചുകളും നിരത്താം. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മുടെ തട്ടുകടയ്ക്ക് ഒരു കിടുക്കാച്ചി പേര് കൂടി വേണം. പേര് നാടനായിരിക്കണം, കണ്ടാൽ നമ്മളെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുകയും വേണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും പാത്രങ്ങളും ഒക്കെ ആയാൽ ഒരു തട്ടുകട ജനിച്ചു എന്ന് പറയാം. തട്ടുകടയുടെ പ്രവർത്തനത്തിനാവശ്യമായ ലീഗൽ ഡോക്യുമെന്റ്സ് കൂടി ലഭിക്കുന്നതോടുകൂടി തട്ടുകട പ്രവർത്തിച്ചു തുടങ്ങാം. നല്ല മനോഹരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലം കൂടി തിരഞ്ഞെടുത്താൽ തട്ടുകട ഒരു വികാരമായി മാറുന്നു. ഓരോ പ്രദേശങ്ങൾ അനുസരിച്ച് തട്ടുകടകളിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ വ്യത്യാസമാണെങ്കിലും പ്രാദേശികമായ രുചി നൽകാൻ എല്ലായിടങ്ങളും ശ്രമിക്കുന്നു. പൊറോട്ടയും ബീഫ് ഫ്രൈയും, കപ്പയും മീനും, പുട്ടും കടലയും, പരിപ്പുവട, സമോസ, പപ്സ്, പഴംപൊരി, മുട്ട പൊരിച്ചത്, കല്ലുമ്മക്കായ ഇവയെല്ലാം തട്ടുകടയിലെ ഡിമാൻഡുള്ള വിഭവങ്ങളാണ്. കുറഞ്ഞ വിലയിൽ രുചിയുള്ള ആഹാരം ലഭിക്കുന്നു എന്നതാണ് പ്രധാനമായും ആൾക്കാരെ തട്ടുകടകളിലേക്ക് ആകർഷിക്കുന്നത്. തട്ടുകടകളിൽ ഒരു ചായയ്ക്ക് ഏകദേശം 10 രൂപയുടെയും 20 രൂപയുടെയും ഇടയിൽ ചിലവ് വരുന്നു. 10 രൂപ മുതൽ പലതരം പലഹാരങ്ങളും ലഭിക്കുന്നു. തട്ടുകടയുടെ ആധുനിക രീതിയാണ് ഫുഡ് ട്രക്ക്. ഒരു വാഹനത്തിൽ അറ്റാച്ച് ചെയ്ത മോഡേണൈസ് ചെയ്ത തട്ടുകടയാണ് ഫുഡ് ട്രക്ക്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു പ്രവാസി അവൻ്റെ പ്രവാസ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന നാട്ടിലെ പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേരള തട്ടുകട. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. 3D എക്സ്പ്ലനേഷൻ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. If you would like to watch the videos in English, please check the description where we have included the link to our English channel.